So dear students, in the last class we learnt about the various steps in research, and the last step was reporting research work by means of paper presentations. Now let us discuss how to report a research work or publish a research work or the components of a research project or project report. Publishing one's research work by presenting the report is regarded a major component of a research project undertaken. The report should be in a proper layout. A comprehensive layout of the research report should comprise preliminary pages, the main text, and the end matter. ഒരു റിസർച്ച് നമ്മൾ സയന്റിഫിക് കമ്മ്യൂണിറ്റിയിലേക്ക് തുറന്നു കൊടുക്കണമെങ്കിൽ നമ്മൾ അത് റിപ്പോർട്ട് ആക്കണം, അതായത് നമ്മൾ എഴുതണം, എന്നിട്ട് പബ്ലിഷ് ചെയ്യണം, എന്നിട്ട് ആ പബ്ലിഷ് ചെയ്ത് നമ്മൾ പ്രസന്റ് ചെയ്യണം ഒരു സയന്റിസ്റ്റുകളുടെ കോൺഫറൻസിലോ അങ്ങനെ അവരുടെ കൂട്ടായ്മയിലോ. അങ്ങനെയാണെങ്കിൽ മാത്രം റിസർച്ച് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ ഈ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു സ്റ്റെപ്പാണ്. നമ്മളൊരു പ്രോജക്റ്റ് ആണ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ ശരിക്കുമുള്ള ഒരു PhD റിസർച്ച് വർക്കാണ് ചെയ്യണമെങ്കിലും പബ്ലിഷിംഗ് അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് വലിയൊരു സ്റ്റെപ്പ് തന്നെയാണ്. അപ്പൊ അത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് എഴുതുമ്പോൾ ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് അനുസരിച്ച് വേണം നമ്മൾ എഴുതാൻ. ആ ഫോർമാറ്റ് ഇങ്ങനെയാണ്. ആദ്യത്തെ ഭാഗം പ്രീലിമിനറി പേജസ് ആയിരിക്കും, പിന്നെ രണ്ടാമത്തെ ഭാഗം മെയിൻ ടെക്സ്റ്റ് ആയിരിക്കും, മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് എൻഡ് മാറ്റർ. ഇതിൽ ഓരോ ഭാഗം എന്താന്ന് നോക്കാം. പ്രീലിമിനറി പേജസ് എന്ന് വെച്ചാൽ എന്താണ്, മെയിൻ ടെക്സ്റ്റ് എന്താണ്, എൻഡ് മാറ്റർ എന്താണ്. അപ്പൊ ആദ്യം പ്രീലിമിനറി പേജസ്. Any research article, that is research paper and project report, generally begins with a title followed by an abstract. Sometimes some keywords are also incorporated into the article after the abstract. These features describe the article's contents. പ്രീലിമിനറി പേജസിൽ വരുന്നത് ആദ്യത്തെ ഒരു പേജ് എന്ന് പറയുന്നത് ടൈറ്റിൽ ആയിരിക്കും. റിസർച്ച് അല്ലെങ്കിൽ പ്രോജക്റ്റ് റിപ്പോർട്ടിന്റെ ടൈറ്റിൽ നല്ലൊരു കാച്ചിങ് ആയിട്ടുള്ള ഒരു പേര് നമ്മൾ കൊടുക്കണം. നെയിം നല്ല കാച്ചിങ് ആയിരിക്കണം, മറ്റുള്ളവരെ ആകർഷിക്കാൻ പറ്റുന്നതായിരിക്കണം, നല്ല റെലവെന്റും ആയിരിക്കണം. അങ്ങനത്തെ ഒരു ടൈറ്റിൽ കൊടുക്കണം. പിന്നെ അതിനുശേഷം നമുക്ക് അതിന്റെ അബ്സ്ട്രാക്ട് കൊടുക്കാം. അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മൊത്തം കണ്ടന്റ് ചെറിയ ഒരു പാരഗ്രാഫിലാക്കുക. അതിന്റെ കൂടെ നമുക്ക് കീ വേർഡ്സും കൂടെ ഇട്ട് കൊടുക്കാവുന്ന. കീ വേർഡ്സ് എന്ന് പറയുന്നത് കാച്ചിങ് ആയിട്ടുള്ള വേർഡ്സ് ആണ്. അതായത് ഒരു വായനക്കാരന്റെ ശ്രദ്ധയെ ആകർഷിക്കാൻ പറ്റുന്ന വേർഡ്സ് ആയിരിക്കണം ഈ കീ വേർഡ്സിൽ ഉൾപ്പെടുത്തേണ്ടത്. അപ്പൊ കീ വേർഡ്സ് അബ്സ്ട്രാക്റ്റിന് ശേഷം വരും. അപ്പൊ ഇത്രയൊക്കെ കൂടിക്കഴിഞ്ഞാൽ പ്രീലിമിനറി പേജസ് ആവും. ഇനി ഓരോന്നും നമുക്ക് എന്താ നോക്കാം. ടൈറ്റിൽ എങ്ങനെ ഇരിക്കണം. The title page. The first page of a project report is the title page on which the title and the author's name appear, as well as additional information like the name of the institution, company, or authority under whose name the report is published and the date. ടൈറ്റിൽ പേജിൽ എല്ലാവർക്കും അറിയാവുന്ന ടൈറ്റിൽ പേജിൽ ടൈറ്റിൽ ഉണ്ടാവും. ടൈറ്റിലിന്റെ കൂടെ നമ്മുടെ ഓഥർ, നമ്മളാണ് എഴുതിയേക്കണമെങ്കിൽ നമ്മുടെ പേരുണ്ടാവും. അത് മാത്രമല്ല നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനെ ാണ് വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനെ പ്രതിനിധീകരിച്ചാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കണേ, ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് അല്ലെങ്കിൽ കമ്പനിയുടെ പേര്, പിന്നെ അത് എന്നാണ് പബ്ലിഷ് ചെയ്തത്, അതിന്റെ ഡേറ്റും. ഇത്രയും കാര്യങ്ങൾ ടൈറ്റിൽ പേജിൽ ഇൻക്ലൂഡ് ചെയ്യണം. രണ്ടാമത്തെ പേജ് എന്ന് പറയുന്നത് അബ്സ്ട്രാക്റ്റ് ആയിരിക്കും. After the title page, it is a common practice to include an abstract or synopsis, which is a brief summary of the study, in order to enable any reader of the report to have an idea of the content. An abstract of a report or paper summarized in one paragraph, that is 200 to 300 words, the major aspects of the entire study. An abstract in a research article should answer these questions about the article. What was done? Why was it done? What was found? Why are these findings significant?
അബ്സ്ട്രാക്റ്റിന് വേറെ പേരാണ് സിനോപ്സിസ് എന്ന് പറയുന്നത്. സിനോപ്സിസ് അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത് മൊത്തം ഒരു ബ്രീഫ്, മൊത്തം വർക്കിന്റെ ഒരു ബ്രീഫ് കണ്ടന്റ് ആണ്, ചെറുതായിട്ട് എഴുതിയിരിക്കുന്നതാണ്. ഒരു 200-300 വേർഡ്സ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ഉണ്ടാവുള്ളൂ. ഈ പാരഗ്രാഫിൽ നമ്മൾ ഈ മൊത്തം പഠനത്തിന്റെയും മൊത്തം ഭാഗം അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവും. അതായത് ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് മൊത്തം വർക്കിനെ പറയുന്നതാണ് എന്ത് അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്. അപ്പൊ അബ്സ്ട്രാക്റ്റില് ശരിക്കും അബ്സ്ട്രാക്റ്റിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് എന്താണ് വർക്ക് ചെയ്തത്, എന്തിനു വേണ്ടി ചെയ്തു, എന്നിട്ട് എന്ത് കണ്ടെത്തി, ഈ കണ്ടെത്തൽ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ സമൂഹത്തിന്, ഇതൊക്കെ ഉൾപ്പെടുത്തിയതായിരിക്കും ഈ അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഭാഗം കീവേഡ്സ്. It is advantageous to add a few keywords related to the article after the abstract. They represent the core concepts and central fields of concern of the article. Thereby they convey to the reader the essence of the subject of the article. The keywords are extracted intelligently from the title, abstract and subject headings of the article. ഇപ്പൊ കീവേഡ്സിനെ കുറിച്ച്, കീവേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ക്യാച്ചിങ് ആയിരിക്കണം. അതായത് ഒരു വായനക്കാരനെ ആകർഷിക്കാനുള്ള വാക്കുകളായിരിക്കണം ഈ കീവേഡ്സിൽ വരുന്നത്. അതായത് അതിൽ താല്പര്യം, ഈ വാക്കുകളിൽ താല്പര്യമുള്ളവർ, ഈ കീവേഡ്സിലുള്ള വാക്കുകളിൽ താല്പര്യമുള്ള ആൾക്കാരായിരിക്കും ഇത് വായിക്കാൻ പോകുന്നത്. അങ്ങനത്തെ ഒരു കൺസെപ്റ്റിൽ നമ്മൾ ഈ കീവേഡ്സ് സെലക്ട് ചെയ്യണം. ഈ കീവേഡ് മെയിൻ ആയിട്ടുമുള്ള കോർ ആയിട്ടുള്ള മെറ്റീരിയലിന്റെ ഒരു എന്താ പറയുക, ഒരു റെപ്രസെന്റേഷൻ ആയിരിക്കും ഈ കീവേഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ വരുന്ന എല്ലാ കൺസെപ്റ്റുകളും ആ കീവേഡ്സിൽ ഉണ്ടാവും. പിന്നെ നമുക്ക് കീവേഡ്സ് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ വർക്ക്, നമ്മുടെ അബ്സ്ട്രാക്ട്, നമ്മുടെ ടൈറ്റിൽ, അതിൽ നിന്ന് എടുക്കുന്ന വേർഡ്സ് കീവേഡ്സ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി വായനക്കാരന് ഇതിൽ വല്ല റെലവൻസ് ഉണ്ടോന്ന് തോന്നിക്കുന്ന വാക്കുകളായിരിക്കും കീവേഡ്സ് എന്ന് പറയുന്നത്. ഈ കീവേഡ്സ് കീവേഡ്സ് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഡെഡിക്കേഷൻ, അക്നോളജ്മെന്റ്, ബുക്കുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഡെഡിക്കേഷൻ, അക്നോളജ്മെന്റ്സ് ഒക്കെ വേണമെങ്കിൽ വെക്കാം. അക്നോളജ്മെന്റ് നന്ദി, ആരെങ്കിലും ഈ ബുക്ക് അല്ലെങ്കിൽ ഈ വർക്ക് എഴുതാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അക്നോളജ്മെന്റ് വെക്കാം. ഡെഡിക്കേഷൻ, അതായത് നമുക്ക് ആർക്കെങ്കിലും ഇത് ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവരുടെയും പേര് വെക്കാവുന്നതാണ്. അതൊക്കെ നിർബന്ധമില്ല, ഓപ്ഷണലായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അല്ലെങ്കിൽ പ്രീഫേസും കൂടെ വെക്കാം. പ്രീഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു വാക്ക്, അതായത് ഈ വർക്ക് തുടങ്ങുന്നതിന് മുമ്പേ നമ്മുടെ ഒരു വാക്ക്, നമ്മൾ ഇത് ചെയ്യാനോ അനുഭവിച്ച കഷ്ടപ്പാടുകളോ നമ്മുടെ രീതികളോ എന്തെങ്കിലും വിവരിച്ചുകൊണ്ടുള്ള 2-3 വാക്കുകളും അത് വേണമെങ്കിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി ഈ കീവേഡ്സ്, ക്യാച്ചിങ് ആയിട്ടുള്ള ഈ വേർഡ്സ് ഇട്ടതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ടേബിൾ ഓഫ് കണ്ടന്റ്സ് ഇടാവുന്നതാണ്. ടേബിൾ ഓഫ് കണ്ടന്റ്സിൽ ലിസ്റ്റ് ഓഫ് ടേബിൾസ് ആൻഡ് ഇലസ്ട്രേഷൻസും ലിസ്റ്റ് ഓഫ് ഫിഗേഴ്സും വരും. ഈ ടേബിൾ ഓഫ് കണ്ടന്റ്സ് ശരിക്കും നമ്മുടെ ഇൻഡെക്സ് പോലെയാണ്. നമുക്ക് ഓരോ പേജും എവിടെയാണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത വർക്കിന്റെ ഓരോ ഭാഗവും ഏത് പേജിലാണ് വരണേന്ന് കറക്റ്റ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ ഈ ടേബിൾ ഓഫ് കണ്ടന്റ്സ് സഹായിക്കും. അപ്പൊ ഈ ടേബിൾ ഓഫ് കണ്ടന്റ്സിന്റെ ലിസ്റ്റ് ഓഫ് ടേബിൾസിൽ നിന്ന് നമുക്ക് ടേബിളുകൾ, ചിലപ്പോൾ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിലായിട്ടുള്ള ടേബിൾസ് ഒക്കെ ആവശ്യം വരും. ഗ്രാഫ് കുറെ വരച്ചിട്ടുണ്ടാവും. ആ ഗ്രാഫുകളൊക്കെ പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ ഈ ടേബിൾ ഓഫ് കണ്ടന്റ്സ് സഹായിക്കും. അപ്പൊ ഇത്രയുമാണ് പ്രീലിമിനറി പേജസിൽ വരുന്നത്. അപ്പൊ പ്രീലിമിനറി പേജസ് കഴിഞ്ഞു. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് മെയിൻ ടെക്സ്റ്റ് ആണ്. മെയിൻ ടെക്സ്റ്റിൽ നമ്മുടെ മൊത്തം വർക്കും മാറ്ററും ഉൾപ്പെടുത്തിയിട്ട ഭാഗമാണ് മെയിൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് വളരെ സൂക്ഷിച്ചും ശ്രദ്ധാലുവായിട്ടും എഴുതണം. Main text. The main text contains the complete report of the research study undertaken along with all details as well as a discussion on the results obtained and the conclusions got. The main text contains the first part, introduction. In this part, the researcher introduces the research project to the readers. The introduction, in fact, is an overview of the situation. In essence, a statement as to the need for this research. It also explains to the reader what basic scientific question is being addressed. Thus, the following usually appear in the introduction: the background, the problem statement as well as the generated hypothesis or anticipated results, the objectives of research,
and the rationale as to why the problem was considered worth investigating. ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഈ വർക്ക് നമ്മൾ റീഡർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്ന ഭാഗത്തിനെ നമ്മൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇൻട്രൊഡക്ഷന് വളരെ എന്താ പറയുക സിഗ്നിഫിക്കന്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എഴുതണം, എന്നാലാണ് വായനക്കാരനെ അത് പിടിച്ച് ഇരുത്തുള്ളൂ. അപ്പൊ നമ്മൾ ചെയ്ത വർക്കിനെ നന്നായി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് പറ്റണം. ഇപ്പൊ ഇൻട്രൊഡക്ഷനിൽ സാധാരണയായിട്ട് ഏത് സയന്റിഫിക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ക്വസ്റ്റ്യൻ എന്തായിരുന്നു റിസർച്ച് ക്വസ്റ്റ്യൻ, അതിനെക്കുറിച്ചുള്ള ഒരു രൂപരേഖ ഈ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവണം. അത് മാത്രമല്ല ഈ റിസർച്ച് എങ്ങനെയാണ് ചെയ്ത അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ഹൈപ്പോത്തസിസ് എന്താണ്. നമ്മൾ ഒരു ഹൈപ്പോത്തസിസ് എന്തായാലും ഉണ്ടാക്കുമ്പോൾ അത് തെറ്റായാലും ശരിയായാലും നമ്മുടെ ഹൈപ്പോത്തസിസ് എന്താന്ന് ഡിഫൈൻ ചെയ്യുന്ന സ്ഥലവും ഇവിടെ തന്നെയാണ്. പിന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് റിസർച്ച്, റിസർച്ചിന്റെ ലക്ഷ്യം എന്തായിരുന്നു, എന്തിനു വേണ്ടിയാണ്, എന്താണ് ഇതിന്റെ സ്കോപ്പ്, എന്തിനു വേണ്ടിയാണ് ഈ റിസർച്ച് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെന്ന് നമുക്ക് തോന്നിയത്, നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വരാനുണ്ടായ കാരണം എന്താണ്, ഇതൊക്കെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവണം. നെക്സ്റ്റ് ഇസ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. A review of relevant literature, that is a brief and balanced review of all the published literature that is available on the subject, must be given in all project reports, laboratory investigations and dissertations as a chapter named Literature Review. The purpose of this section is to summarize what was known in the specific problem area before the current study was initiated. Also, referencing must be used to indicate the source of each statement or data and each equation or derivation used in the literature chapter. അടുത്ത റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ ഭാഗം നമ്മുടെ വായനയാണ്. നമ്മൾ എത്ര ജേർണൽസ്, എത്ര ബുക്സ്, എത്ര ആർട്ടിക്കിൾസ്, എത്ര ഡേറ്റാബേസ് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ നമ്മളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് അതിന്റെ ആൻസർ കണ്ടെത്താൻ വേണ്ടി നമ്മൾ എത്ര ആർട്ടിക്കിൾസിനെ നമ്മൾ ആശ്രയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഏരിയയില് നമ്മൾ ചെയ്യുന്ന സയന്റിഫിക് ആയിട്ടുള്ള ഏരിയയില് എത്ര ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട് ഇതുവരേക്കും, അത് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഭാഗമാണ് ഈ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. അപ്പൊ നമ്മൾ വായിച്ച എല്ലാ ആർട്ടിക്കിൾസിന്റെയും ഒരു രൂപരേഖ അതിൽ അല്ലെങ്കിൽ ഒരു ചുരുങ്ങിയ ഭാഷയിൽ ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറഞ്ഞ ഹെഡിങ്ങിന്റെ അടിയിൽ ഉണ്ടാവണം. അപ്പൊ അത് വായിക്കുമ്പോ റീഡർക്ക് ചിലപ്പോൾ അതിൽ ആ ടോപ്പിക്കിലുള്ള എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല. അപ്പൊ ആ ടോപ്പിക്കിൽ ഇതുവരെ ഉണ്ടായ വികസനങ്ങളും ഡെവലപ്മെന്റുകളും എന്താന്ന് വായനക്കാരന് പെട്ടെന്ന് മനസ്സിലാവും ഈ ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറഞ്ഞ ഭാഗം വായിച്ചു കഴിയുമ്പോൾ. അത് മാത്രമല്ല, നമ്മൾ ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ അവിടെ കോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, ഉചിതമായ റെഫറൻസിങ് നടത്തണം. എന്താ റെഫറൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഏതെങ്കിലും ഒരു ബുക്കിൽ നിന്ന് ഒരു വാക്ക് എടുത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഇന്ന ബുക്കിൽ നിന്ന് ഇന്ന പേജിൽ നിന്ന് എടുത്തതാണെന്ന് നമ്മൾ അവിടെ വ്യക്തമാക്കിയിട്ടുണ്ടാവണം. അല്ലാണ്ട് നമ്മുടെ വാക്കായിട്ട് അത് ഒരിക്കലും എഴുതരുത്. അതിനെയാണ് നമ്മൾ പറയുന്നത് റെഫറൻസ് ചെയ്യുക. അതായത് ഏതെങ്കിലും ഒരു ബുക്കിൽ നിന്ന് കടമെടുത്ത വാക്കുകളെ നമ്മൾ ആ ബുക്കിന്റെ പേര് സഹിതം ഇതിൽ നിന്ന് എടുത്തതാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ലിറ്ററേച്ചർ റിവ്യൂല് എഴുതാവുന്നതാണ്. അപ്പൊ അതാണ് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. Scope material. Next part is scope, materials and methods. In this part of the report, descriptions of research design, study sample and research procedures are given. The scope of the study and a description of the study area are first given, followed by assumptions and justifications for the specific procedure or data chosen for use. ഈ സ്കോപ്പ്, മെറ്റീരിയൽസ് ആൻഡ് മെത്തേഡ്സ് എന്ന് പറഞ്ഞ ഭാഗത്തിൽ നമ്മൾ റിസർച്ച് ഡിസൈൻ ചെയ്യുവാണ്. നമ്മളുടെ റിസർച്ച് ഡിസൈൻ എങ്ങനെയാണ്, നമ്മുടെ സാമ്പിളുകൾ ഏതൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോണ, നമ്മുടെ പ്രൊസീജിയർ, നമ്മൾ ഏതൊക്കെ രീതികളാണ് റിസർച്ചിന് വേണ്ടി ഉപയോഗിക്കാൻ പോണത്, ഇതിന്റെയൊക്കെ ആകെ തുക എഴുതിയിരിക്കുന്ന സ്ഥലമാണ് സ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ സ്കോപ്പിൽ നമ്മുടെ പഠനത്തിന്റെ റെലവൻസ്,
എഴുതണം. പിന്നെ നമ്മൾ ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് എടുക്കുന്നത്, അതായത് നമ്മൾ ഒരു എക്സ്പെരിമെന്റ് ആണ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഏതൊക്കെ മെറ്റീരിയൽസ് എടുക്കുന്നുണ്ട്, ഏതൊക്കെ ലാബ് കെമിക്കൽസ് മേടിക്കുന്നു, ഏതൊക്കെ ലാബ് കെമിക്കൽസ് നമ്മൾ ഏതൊക്കെ അപ്പാരറ്റസിലിട്ട് ചെയ്യുന്നു, അതൊക്കെ അവിടെ എഴുതിയിട്ടാണ്. മെത്തേഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്ത മെത്തേഡ് ഏതാണ്. ഒരു റിയാക്ഷൻ തന്നെ ചെയ്യാൻ വേണ്ടി പല മെത്തേഡ്സ് ഉണ്ടാവും, അതിൽ നമ്മൾ ഏത് മെത്തേഡാണ് അഡോപ്റ്റ് ചെയ്തത്, ഇതൊക്കെ വിവരിക്കുന്ന ഭാഗമാണ് സ്കോപ്പ്, മെറ്റീരിയൽസ് ആൻഡ് മെത്തേഡ്സ്. അപ്പൊ ദിസ് heading includes the experimental work and analysis. Experimental work and analysis ഉള്ള ഭാഗമാണ് scope, materials and methods. Another researcher ought to be able to use the information thus provided to duplicate the research. അപ്പൊ നമ്മുടെ അഡോപ്റ്റ് ചെയ്ത മെത്തേഡ് കണ്ടിട്ട് വേറൊരാൾക്ക് ഇതുപോലെ തന്നെ ചെയ്യാൻ തോന്നിയിട്ട് അതുപോലെ തന്നെ എന്താ പറയുക, ഈ ഏരിയ ഡെവലപ്പ് ചെയ്ത് വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതിനുള്ള വാതിൽ തുറന്ന് കൊടുക്കണം. ഈ സ്കോപ്പ്, മെറ്റീരിയൽ ആൻഡ് മെത്തേഡ്സിൽ നമ്മൾ ഉപയോഗിച്ച മെത്തേഡ് കറക്റ്റ് ആയിട്ട് എഴുതണം. അപ്പൊ ഇതാണ് മെയിൻ ടെക്സ്റ്റിൽ വരുന്നത്. ഈ മെയിൻ ടെക്സ്റ്റില് വേറെയും പേജസ് ഉണ്ട്. ആ പേജസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.